ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ അടവി എക്കോ ടൂറിസം അതിന് സമീപത്തായിട്ടുള്ള തണ്ണിത്തോടിൽ തന്നെ ഉള്ള ഒരു സ്ഥലത്താണ്. എന്താണ് ഷൈനതിൻ്റെ പേര്? നമ്മുടെ മണ്ണിശ്ശേരി ടൂറിസ്റ്റ് ഹോം. നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു എന്താണ് ഇവിടെ ലാൻഡ്മാർക്ക് പറയുന്നത്? സ്കൂള് പറയുന്നത് അടവി ഇക്കോ ടൂറിസത്തിന് സംബന്ധപ്പെട്ട കുട്ടവഞ്ചി സവാരി, അതുപോലെ തന്നെ മണ്ണീറ എന്ന് പറയുന്ന സ്ഥലമാണ് എക്സാക്ട്ലി ഇത് പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഞാനിവിടെ ഞങ്ങൾ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ദിവസം സ്റ്റേ ചെയ്ത് പോകാമെന്നുള്ള തീരുമാനത്തിൽ വന്നു. ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു, 6-7 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം എന്നുള്ളത് നമ്മൾ 2 ദിവസത്തേക്ക് തന്നെ എക്സ്റ്റെൻഡ് ചെയ്തു. അത്രയും വലിയ ഒരു ഹോസ്റ്റേജ് ആയിരുന്നു. നമ്മളൊരു വീട്ടിലൊക്കെ നമ്മൾ സുഹൃത്തിൻ്റെ വീട്ടിൽ കഴിയുന്ന പോലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കിയുള്ള ഇവിടുത്തുള്ള ഫെസിലിറ്റികൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഷൈൻ, എൻ്റെ പേര് തന്നെയാണ് കേട്ടോ, അപ്പം ഷൈൻ നിങ്ങളോട് പങ്കുവയ്ക്കും. അപ്പോൾ എന്നിട്ട് നിങ്ങളെല്ലാവരും വരണം. വളരെ മനോഹരം മാത്രമല്ല, നമുക്ക് ശരിക്കും കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെയുള്ള ഒരു അനുഭവമാണ്. അപ്പം അതിനെക്കുറിച്ച് ബാക്കിയുള്ള ഇവിടെ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ കാണാൻ പറ്റും, ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റി കിട്ടുമെന്നുള്ളത് ഷൈൻ നിങ്ങളോട് പറയും. ഷൈൻ പറഞ്ഞോളൂ. നമസ്കാരം, എൻ്റെ പേര് ഷൈൻ. നമ്മൾ ഇവിടെ കോന്നിയിൽ നിന്ന് അടവിയിലേക്ക് വരുന്ന ഭാഗത്ത്, അടവിയിൽ നിന്ന് മണ്ണീറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നിടത്താണ് നമ്മുടെ ഈ പ്രസ്ഥാനം ഉള്ളത്. മണ്ണിശ്ശേരി റിസോർട്ട് എന്നാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പേര്. ഇവിടെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ റൂംസ് എന്ന് പറയുന്നത് 16 റൂംസ് ഉണ്ട്. അതിനകത്ത് AC റൂമുണ്ട്, നോൺ AC റൂംസ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നമ്മൾ കൂടുതലും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജിവി ടൂർ പാക്കേജുമായിട്ട് സംബന്ധിച്ച് കുറേ പാക്കേജ് സംബന്ധമായിട്ടും അല്ലാതെ പേഴ്സണലായിട്ടും ആളുകൾ വന്നു കഴിഞ്ഞാൽ ഗവിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് നമ്മുടെ മണ്ണീറ വെള്ളച്ചാട്ടത്തിൽ അടവി കുട്ടവഞ്ചിയിൽ എല്ലാം കയറിയതിനു ശേഷം ഇവിടെ വന്ന് തങ്ങി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതുപോലെ രാത്രിയിൽ നമ്മുടെ ക്യാമ്പ് ഫയർ, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസുകൾ എല്ലാം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതെല്ലാം കഴിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് സാധാരണ പോവുകയാണ് പതിവ് ചെയ്യുന്നത്. പിന്നെ ബാച്ചിലേഴ്സ് ഇവിടെ പാർട്ടികൾ നടക്കാറുണ്ട്. പിന്നെ കൂടുതലും പോലീസ് അസോസിയേഷൻ്റെ, അതുപോലെ തന്നെ ഫോറസ്റ്റുകാർ, അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് നല്ല സഹകരണമാണ്. എല്ലാവരെയും കൊണ്ട് നമുക്ക് നല്ല ഉപകാരങ്ങളുണ്ട്. അവരെല്ലാം പാർട്ടികളും കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ്, അതുപോലെ തന്നെ കപ്പിൾസ്, ഫാമിലീസ് എല്ലാവർക്കുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു ദിവസം എൻജോയ് ചെയ്യാൻ, ഒരു ദിവസം മാത്രം വന്ന് ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം എന്ന് പറഞ്ഞ് വന്നതാണ്. അവരിപ്പോൾ വന്നിട്ട് 2ാമത്തെ ദിവസം ഇവിടെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. അതായത് ഒരു ദിവസം പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് പ്രകൃതിയോട് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് അത്രയ്ക്ക് നല്ല കാലാവസ്ഥയാണ്, അത്രയ്ക്ക് നല്ല ശുദ്ധമായ വായുവാണ്, അതുപോലുള്ള സൗകര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കുകൾ, അതുപോലെ ഊഞ്ഞാലുകൾ, അതുപോലെ മറ്റുള്ള സൗകര്യങ്ങളുണ്ട്.